ലോകത്തിലെ ഏറ്റവും വലിയ എഴുതപ്പെട്ട ഭരണഘടനയാണ് ഇന്ത്യൻ ഭരണഘടന. 2 നൂറ്റാണ്ടുകാലത്തെ ബ്രിട്ടീഷ് അടിമത്ത ഭരണത്തിനൊടുവിൽ 1947 ഓഗസ്റ്റ് 15 സ്വാതന്ത്ര്യം നേടിയെങ്കിലും ഇന്ത്യയെ ഒരു സ്വതന്ത്ര പരമാധികാര ജനാധിപത്യ റിപ്പബ്ലിക്കായി പ്രഖ്യാപിച്ചത് 1950 ജനുവരി 26 എന്നാൽ സ്വാതന്ത്ര്യലബ്ധിക്കും വളരെ വർഷങ്ങൾക്ക് മുൻപേ തന്നെ ഉയർന്നതാണ് ഇന്ത്യൻ ഭരണഘടനയ്ക്കായുള്ള ആവശ്യം. 1930കളിലേക്ക് ഇന്ത്യ പ്രവേശിച്ചത് പൂർണ്ണ സ്വരാജ് എന്ന ആവശ്യത്തിന്റെ അലയടികളിലായിരുന്നു. 1934 MN റോയിയാണ് ഭരണഘടനാ നിർമ്മാണ സഭ എന്ന ആശയം മുന്നോട്ട് വയ്ക്കുന്നത്. 1935 ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും ഈ ആവശ്യം ഉന്നയിച്ചു. ഇന്ത്യക്ക് സ്വന്തം ഭരണഘടന എന്ന മുറവിളി ശക്തമായതോടെ 1940 ബ്രിട്ടീഷുകാർ ഇത് തത്വത്തിൽ അംഗീകരിച്ചു. 1942 സർ സ്റ്റഫോർഡ് ക്രിപ്സിനെ ഇതേക്കുറിച്ച് പഠിക്കാൻ ഇന്ത്യയിലേക്ക് അയച്ചു. 1946 ബ്രിട്ടീഷ് മന്ത്രിസഭ നിയോഗിച്ച കാബിനറ്റ് മിഷൻ ശുപാർശ പ്രകാരം ഇന്ത്യയിൽ ആദ്യമായി ഭരണഘടനാ നിർമ്മാണ സഭ രൂപവൽക്കരിച്ചു. ബ്രിട്ടീഷ് ഭരണത്തിന് കീഴിലുള്ള പ്രവിശ്യകളിൽ നിന്ന് 296 പേരും നാട്ടുരാജ്യങ്ങളിൽ നിന്ന് 93 പേരും ഉൾപ്പെടെ 389 അംഗങ്ങളായിരുന്നു ഭരണഘടനാ നിർമ്മാണ സഭയിൽ. 1946 ഡിസംബർ 9 ഭരണഘടനാ നിർമ്മാണ സഭ ആദ്യ യോഗം ചേർന്നു. ഡോക്ടർ സച്ചിദാനന്ദ് സിൻഹയായിരുന്നു ആദ്യ യോഗത്തിലെ അധ്യക്ഷൻ. തുടർന്ന് ഡോക്ടർ രാജേന്ദ്ര പ്രസാദിനെ അധ്യക്ഷനായി തിരഞ്ഞെടുത്തു. നിലവിൽ വന്നത് മുതൽ ഭരണഘടന അംഗീകരിച്ച 1949 നവംബർ 26 വരെയായി 2 വർഷവും 11 മാസവും 17 ദിവസവുമായിരുന്നു ഭരണഘടനാ നിർമ്മാണ സഭയുടെ കാലാവധി. 11 തവണയായി 165 ദിവസം സമ്മേളിച്ചു. ഇതിൽ 114 ദിവസവും ഭരണഘടനയുടെ കരട് തയ്യാറാക്കാനായിരുന്നു ചെലവിട്ടത്. ഇതിനായി ആകെ ചെലവായത് 64 ലക്ഷം രൂപയാണ്. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ചതോടെയാണ് ഭരണഘടനാ നിർമ്മാണ ശ്രമങ്ങൾക്ക് വേഗമേറിയത്. ഇന്ത്യ വിഭജനത്തിനു ശേഷം സമിതിയിലെ അംഗങ്ങളുടെ എണ്ണം 299 കുറഞ്ഞു. വിവിധ കാര്യങ്ങൾക്കായി 8 പ്രധാന സമിതികൾക്കും 15 ഉപസമിതികൾക്കും രൂപം നൽകി. ഭരണഘടനയുടെ കരട് തയ്യാറാക്കാനുള്ള സമിതിയുടെ അധ്യക്ഷൻ ഡോക്ടർ BR അംബേദ്കർ ആയിരുന്നു. 1948 നവംബർ 4 കരട് ഭരണഘടന ഡോക്ടർ അംബേദ്കർ സഭയിൽ അവതരിപ്പിച്ചു. വിവിധ ഘട്ടങ്ങളിലെ ചർച്ചകൾക്കൊടുവിൽ 1949 ഒക്ടോബറിലെയും നവംബറിലെയും സമ്മേളനങ്ങളിൽ കൂടി കരട് രേഖ ചർച്ച ചെയ്തു. 1949 നവംബർ 26 ഭരണഘടനാ നിർമ്മാണ സഭ സ്വതന്ത്ര ഇന്ത്യയുടെ സമ്പൂർണ്ണ ഭരണഘടനയ്ക്ക് അംഗീകാരം നൽകി. 60ഓളം രാജ്യങ്ങളിലെ ഭരണഘടനയിലൂടെയാണ് ഭരണഘടനാ നിർമ്മാണ സഭ കടന്നുപോയത്. ഭാരതീയ സംസ്കാരവും പാരമ്പര്യവും